ഹലോ ചെങ്കോളി, എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? അപ്പോൾ നമ്മളെ ജിമ്മി മോനെ രാവിലെ തന്നെ എന്നെ കണ്ടപാട് മൂപ്പരിൻ്റെ സന്തോഷം നോക്കി നിങ്ങൾ. എന്തായാലും ഇന്നെ ഒരു 5-8 മാസത്തിന് ശേഷമാണ് കേട്ടോ മൂപ്പരിനെ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയുള്ളത് ചോദിച്ചപ്പോൾ നമ്മളിപ്പോൾ പാലക്കാട് ടു ബാംഗ്ലൂർ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാടായിട്ടുള്ളത്. പാലക്കാട് നിന്ന് നമ്മൾ ബാംഗ്ലൂർക്ക് പോകേണ്ട പ്ലാനിങ് ആണ്. ഒരു 5-8 മാസത്തിന് ശേഷം ആണ് കേട്ടോ പോണത്. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് ബസ് വെയിറ്റിങ്ങിലായിട്ടുള്ളത്. ഷിഫ്റ്റ് ആണ് കേട്ടോ, AC ബസ്സാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ബസ്സിൽ കയറി കുത്തിയിരുന്നിട്ട് ഇപ്പോൾ നമ്മളെ സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റായി. അപ്പോൾ അതിന് ശേഷം പിന്നെ പോകുന്ന വഴിയിൽ നിർത്തിയാൽ കേട്ടോ. പിന്നെ അതിന് ശേഷം വീഡിയോ എടുത്തില്ല. പിന്നെ അങ്ങനെ ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ജിമ്മിനെ കണ്ടപ്പോൾ എൻ്റെ മോനെ എന്താ അവൻ്റെ ഉറക്കം, ഞമ്മക്കും കൂടി ഇല്ല കേട്ടോ അത്രയും നല്ല സുഖം. അപ്പോൾ പിന്നെ വീട്ടിൽ ബാഗും കാര്യങ്ങളൊക്കെ വെച്ച് വന്നിട്ട് പിന്നെ ഞാനിങ്ങനെ റൗണ്ട് അടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ റൗണ്ട് അടിക്കണത് രാവിലെ സമയത്ത് വന്നെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ നടക്കും. അപ്പോൾ എന്തായാലും ഒരു ചായയൊക്കെ മേടിച്ചു കൊടുക്കും. 30 ഉറുപ്പിക കേട്ടോ ചെറിയൊരു ഗ്ലാസ് ചായക്ക്. അപ്പോൾ എന്തായാലും രാവിലെ സമയത്ത് 10-20 ഉറുപ്പിക 20 ഉറുപ്പിക അല്ല 30 ഉറുപ്പിക എന്തായാലും ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നേരം വെളിച്ചായി കഴിഞ്ഞാൽ പിന്നെ ചായക്ക് വില കുറയും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ നമ്മൾ KFC സിഗ്നലിൻ്റെ അവിടെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇന്ദിരാനഗർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ പിന്നെ ഞങ്ങൾ പിന്നെയും വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ ജിമ്മിൻ്റെ കളി കണ്ടപ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ജിമ്മിൻ്റെ തന്നെ കളിക്കാൻ തോന്നിട്ടു. അപ്പോൾ എന്താ മൂപ്പറിൻ്റെ സ്നേഹം നോക്കി നിങ്ങൾ. അപ്പോൾ എന്തായാലും ഇന്നെ കണ്ടപ്പോഴേ ഭയങ്കര ഇതാണ്. ഞാനും പിന്നെ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നെ കുറേ ഇതിന് ശേഷം കാണില്ലേ. അപ്പോൾ എന്തായാലും ഭയങ്കര ഒരു നല്ലൊരു നായാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നല്ല സ്നേഹമാണ്. സാധാരണ നായ്ക്കളെമാരൊന്നുമല്ല, ഇവിടുത്തെ നായ്ക്കൾ കടിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇവരെ ചങ്ങായിമാരൊക്കെ കണ്ടില്ലേ, രാവിലെ തന്നെ നല്ല ഇതാണ്. പിന്നെ എങ്ങനെയാ വെച്ചാൽ ഇവിടുത്തെ നായ്ക്കളൊക്കെ ഭയങ്കര നല്ല തീറ്റയാവുന്നുണ്ട് കേട്ടോ. പിന്നെ എങ്ങനെ വെച്ചാൽ നല്ല തിന്നാൻ കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല. പിന്നെ ഞാനിങ്ങനെ എന്താ പറയുക, രാവിലെ നടക്കാൻ വേണ്ടിയിട്ട് വാക്കിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ഇപ്പോൾ ഇങ്ങനെ നേരെ ഇങ്ങനെ പരപരാതിങ്ങനെ വെളിച്ചായി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോഴേക്ക് വേണ്ടില്ലേ അപ്പുറത്തൊരു ചങ്ങായി പോണത് പന്നിക്കൂട്ടിൻ്റെ അത്ര ഉണ്ടല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ ഇങ്ങനെ നടക്കണതിൻ്റെ ഇടയിൽ പിന്നെ ഈ സമയത്തൊന്നും ഇവിടെ ആളും മനുഷ്യനൊന്നും അധികം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ആ ഒരു സമയത്ത് എടുത്തൊരു വീഡിയോ എടുപ്പത് കണ്ടില്ലേ. ഇവിടുത്തെ ഓട്ടോറിക്ഷ ഒക്കെ കണ്ടില്ലേ. അപ്പോൾ എന്തായാലും ചെറിയ ഓട്ടോറിക്ഷകളാണ് കൂടുതലായിട്ട് കണ്ടാവുക. നമ്മളെ നാട്ടിലത്തെ മാതിരി ആപ്പിയൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ 100 ഫീറ്റ് റോഡാണ് കേട്ടോ, ഇന്ദിരാനഗർ. ഓക്കെ. അപ്പോൾ എന്തായാലും വണ്ടികളും സ്കൂൾ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പാച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ രാവിലെ സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൊണ്ട് നേരം വെളിച്ചായി കഴിഞ്ഞാൽ ഓഫീസ് ടൈമൊക്കെ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ റോഡിൽ കൂടെ പിന്നെ വണ്ടി ഓടിച്ച് പോകാനും പറ്റില്ല അങ്ങനെ. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രതിമയൊക്കെ കണ്ട്, ഈ പ്രതിമ ആദ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ. അപ്പോൾ എന്തായാലും കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഞാനിങ്ങനെ റൗണ്ട് അടിക്കുകയാണ്. ഇത് കൂടെ അപ്പുറത്ത് പോകണമെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് 80-50 റോഡാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ എന്തായാലും സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ നടക്കണ്ടായിരുന്നുണ്ട്. അപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ലൊക്കേഷൻ അടിപൊളിയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും ഇങ്ങനെ നടക്കണതിൻ്റെ ഇടയിൽ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് പോകുന്നതാണ്. അതിനുശേഷം ഇവിടെ ഇങ്ങനെ ഒരു മരം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ലാസ്റ്റ് ടൈം വന്നപ്പോൾ അത് മുറിക്കേണ്ട ഇത് ഇങ്ങനെ തോന്നി. അപ്പോൾ പ്രാവശ്യം നോക്കിയപ്പോൾ ഇത് നല്ലോണം പറ്റിയിട്ടുണ്ട് കേട്ടോ, മുറിച്ചുന്നത്. അപ്പോൾ അങ്ങനെ ചെങ്കോളി എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഞാനെന്തിപ്പോൾ വാക്കിങ്ങിനും വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. എന്തായാലും ഇവിടെ വന്ന സമയത്ത് നല്ല ശീലങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താ തണുപ്പ് വെച്ചിട്ടാ, തണുപ്പ് സഹിക്കാൻ പറ്റില്ലേ. എന്തായാലും ഇനിയിപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ പോർന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മളെ ഇന്ദിരാനഗർ 100 ഫീറ്റ് റോഡാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇത് കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എന്തായാലും KFCൻ്റെ കൂടെ തന്നെ നടന്നിട്ടേ ഒന്നുകൊണ്ട് റൗണ്ട് അടിച്ചിട്ട് തിരിച്ച് പോരാച്ചിട്ടാണ്. നാട്ടിൽ നിന്ന് തണുപ്പ് സഹിക്കാൻ പോയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ വന്നപ്പോൾ അതിൽക്കും വേറെ തണുപ്പാണ് ഇവിടെ. എന്താ ചെയ്യാല്ലേ. മൈക്ക് എടുത്തിട്ടില്ല കേട്ടോ. മൈക്കില്ലാത്തതുകൊണ്ട് വർത്തമാനം പറഞ്ഞാൽ കയറിയില്ല. പിന്നെന്താ ചോദിച്ചാൽ ഇവിടെ നോക്കി നിങ്ങൾ ഒരുപാട് പ്രാവുകളിൻ്റെ മോനെ രാവിലെ തന്നെ നല്ല തീറ്റിട്ടോ. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ നല്ല കൗതുകം. നമ്മുടെ നാട്ടിൽ ഉള്ളിയായ്മയൊന്നുമില്ല. അപ്പോൾ കണ്ടപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിതാ KFCൻ്റെ ഈ ഒരു സിഗ്നൽ ഭാഗത്തെത്തി. കുറച്ചും കൂടി നേരം വെളിച്ചായിട്ടാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ എന്താണ് ഇവിടുന്ന് പിന്നെ നമ്മൾ പിന്നെ തിരിച്ചിങ്ങനെ പോകാമെന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ എന്തായാലും ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളൊരു ജീവിതത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എപ്പോൾ ബാംഗ്ലൂർ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ലൊക്കേഷൻ എപ്പോഴും ഉണ്ടാവും. ഇവിടെ എന്താ വെച്ചാൽ നമ്മളെ പകുതി ഇവിടെ തന്നെയാണ്.